ഗുരുവായൂരിലെ കുന്നിക്കുരുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു. കണ്ണൻ കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? ആ പാവത്തിന്റെ കൈയിൽ ഒന്നും ഇല്ലായിരുന്നു. അവർ സങ്കടത്തോടെ ചുറ്റിലും നോക്കി. ഭഗവാനെ പ്രാർത്ഥിച്ചു. മുറ്റത്ത് നിന്നിരുന്ന് കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണൻ കൊടുക്കാൻ കൊണ്ടുപോയി. എന്നാൽ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മൂമ്മയുടെ കൈയിലെ കുന്നിക്കുരുവെല്ലാം പോയി. അങ്ങനെ അമ്മൂമ്മക്ക് സങ്കടം വർദ്ധിച്ചുവന്നു. ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവർ കൊണ്ടുവന്നത് ഞാനാദ്യം എന്ന മട്ടിൽ കണ്ണൻ സമർപ്പിക്കാനും കൊടുത്തതിൽ കൂടുതൽ ചോദിച്ചു വാങ്ങാനുള്ള വലിയ ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു. ഈ സമയം കണ്ണൻ മെല്ലെ ശ്രീലകത്തുനിന്നും പുറത്തിറങ്ങി. ഭഗവാന്റെ ആ രൂപം കൂടി ചിന്തിക്കണേ. കുനുകാർക്കൂന്തലിൽ പീലിക്കിരീടം ചൂടി, ഭംഗിയിൽ കുളിർമന്ദസ്മിതം തൂകി, കുഴഞ്ഞാടി അതിമനോഹരമായി ഉണ്ണിക്കണ്ണൻ കുന്നിക്കുരു നുള്ളിയെടുക്കുന്നു. ഈ രംഗം മറ്റാരും കണ്ടില്ല. എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു. കണ്ണൻ ഇരിക്കുന്നത് ആ അമ്മൂമ്മക്ക് പുറം തിരിഞ്ഞാണേ. ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞു അമ്മൂമ്മയുടെ നേരെ ഒരു കള്ളനോട്ടവും കുസൃതിച്ചിരിയും. അത്പോരെ എന്റെ കൃഷ്ണ, ആ അമ്മൂമ്മയുടെ ജീവിതം ധന്യമാകാൻ.